ജോഷുവ, നയന്മാർ, റൂത്ത്, അങ്ങനെ പറഞ്ഞു തുടങ്ങി. എനിക്ക് ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ഒക്കെയാണ് മാക്സിമം എടുത്തിട്ടുള്ളത് ഈ ഫുൾ. ഇവള് ചെറുതിലൊരു 1.5 വയസ്സ് വരെ ഇവൾ ഒട്ടും സംസാരിക്കില്ലായിരുന്നു. നമ്മുടെ സമ്മാനം ആർക്കും ധ്യാനം അരപത്ത്. യുഎയിൽ നഴ്സായി ജോലി ചെയ്യുന്ന തൃശൂർ പുറനാട്ടുകര സ്വദേശി റിഷിന്റെയും ജെനീറ്റയുടെയും ഏകമകൾ എഡ്രിയൽ ആൻഡ് റിഷിൻ ഇന്നൊരു റെക്കോർഡിന് ഉടമയാണ്. തന്റെ 3.5 വയസ്സിൽ ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളുടെയും പേരുകൾ 1 മിനിറ്റ് 27 സെക്കൻഡ് കൊണ്ട് പറഞ്ഞാണ് ഈ കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. തന്റെ ഈ കൊച്ചു പ്രായത്തിൽ ഏവരെയും ആശ്ചര്യപ്പെടുത്തിയ ഈ മിടുമിടുക്കിയെ നമുക്ക് പരിചയപ്പെടാം. പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമത്തിൽ, ജോഷുവ, നയന്മാർ, റൂത്ത്, ഒന്ന് രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദീനവൃത്താന്തം, 2 ദീനവൃത്താന്തം, എസ്ര, നഗമിയ, തോബിത്ത്, യൂദിത്ത്, എസ്തേർ, 1 മക്കബർ, 2 മക്കബർ, ജോബ്, സംഗീതങ്ങൾ, സുഭാഷണങ്ങൾ, സഭാപ്രസംഗം, ഉത്തമഗീതം, ധ്യാനം, പ്രഭാഷകൻ, ഏശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറുക്ക്, എസക്കിയൽ, ദാനിയേൽ, ഊസിയ, ജോയൽ, ആമോസ്, വദിയ, യോന, മിക്ക, ഹബക്കൂക്ക്, സെഫന്യ, ഗായ്, സഖറിയ, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പത്തുള്ള പ്രേതങ്ങൾ, റോമ, 1 കൊരിന്തോസ്, 2 കൊരിന്തോസ്, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തുസ്, ഫിലമോൻ, ഹെബർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപാട്. നമ്മൾ ആക്ച്വലി ഇത് തുടങ്ങുമ്പോൾ ഒരു റെക്കോർഡ് എന്നുള്ളൊരു ഇത് കണ്ടിട്ടല്ല തുടങ്ങിയത്. ഇങ്ങനെ ഇവളുടെ ഫ്രണ്ട്സ് എല്ലാം ക്ലാസ്സിൽ പോയി തുടങ്ങി. അപ്പോൾ ഇവൾക്കും ക്ലാസ് വേണം എന്നൊരു ഇത് ഇവൾ പറഞ്ഞപ്പോൾ ഓൺലൈൻ നമ്മൾ ജെറുസലേമിലെ ബൈബിൾ ഗ്രാമം ക്ലാസ്സിൽ ചേർത്തു. അപ്പോൾ അവളത് പറയാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നി, അങ്ങനെ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇത് എൻറോൾ ചെയ്യിപ്പിച്ചാലോ എന്ന് തോന്നി. അങ്ങനെയാണ് അതിൽ ആ ഒരു വഴിയിലൂടെ നടന്ന് പിന്നെ ഇപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ്. ഇവള് ചെറുതിലൊരു 1.5 വയസ്സ് വരെ ഇവൾ ഒട്ടും സംസാരിക്കില്ലായിരുന്നു. ഇവിടെ ആകെ പറയണ വാക്ക് അപ്പ മാത്രം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ സംസാരിക്കാൻ ഭയങ്കര ബാക്കിലേക്കാണ്. പക്ഷെ ഒരു 1.25 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് A for ആപ്പിൾ, B for ബോൾ തൊട്ട് Z for സീബ്ര വരെ ഫുള്ള് പറഞ്ഞു തുടങ്ങി അവള്. അപ്പം ഒരു മെമ്മറി പവറിന്റെ സാധനം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ 3 വയസ്സായാലും ബൈബിൾ ഗ്രാമത്തിൽ ചേർത്താൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തി തുടങ്ങി. അപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. എല്ലാ മക്കളും 4 വയസ്സിന് മേതെയാണ് കുട്ടികൾ. 4 വയസ്സ് കഴിഞ്ഞ് ചേർത്തണോ എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോഴാണ് 3 വയസ്സിൽ ചേർത്താം എന്നുള്ളൊരു ഇതിലായത്. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തി അരമണിക്കൂറിന് ക്ലാസ് ഉള്ളത്, എല്ലാ ആഴ്ചയിലും 3 ദിവസം വെച്ചിട്ട്. അങ്ങനെ ക്ലാസ്സിൽ ഇരുത്തി തുടങ്ങിയപ്പോൾ ഒരു വചനം പഠിച്ചു. അപ്പോൾ അതിൽ അധ്യായം വാക്യം ഒപ്പമുണ്ട്. വചനങ്ങളാണ് അവർ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ ഇവളെ ആദ്യത്തെ വചനം പഠിപ്പിച്ചു തുടങ്ങി, അധ്യായം വാക്യവും വചനവുമായിട്ട്. അപ്പോൾ വചനം ആദ്യം പറയും, ഇപ്പോൾ ദൈവം സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ട് 1 യോഹന്നാൻ 4:8 അങ്ങനെ അധ്യായം വാക്യം പറയണം. അപ്പം ഞാനത് ഇവളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അവൾ പറയണില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു അവൾക്ക് അങ്ങനെ പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഓർത്തെടുക്കാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്തിട്ടുള്ളത്, നമ്പേഴ്സ് പഠിക്കാൻ ചെറിയൊരു കഴിവ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 യോഹന്നാൻ 4:8 എന്നുള്ള അധ്യായം വാക്യം ഞാൻ ആദ്യം പഠിപ്പിച്ചു, എന്നിട്ട് ഞാൻ ആ വചനം പഠിപ്പിച്ചു. അങ്ങനെ പറയിപ്പിച്ചു നോക്കുമ്പോൾ അവൾ അത് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ആദ്യത്തെ വചനം പറഞ്ഞു. അത് കഴിഞ്ഞ് 2ാമത്തെ ക്ലാസ് കഴിഞ്ഞ് 2ാമത്തെ വചനം പഠിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ വചനം ഇങ്ങനെ കാണിക്കുമ്പോൾ ഓരോ ആക്ഷൻ കാണിക്കും. ഇപ്പോൾ ദൈവം സ്നേഹമാണ്, അങ്ങനെ ആക്ഷൻ കാണിക്കും. അപ്പോൾ അവൾ ഒപ്പം പറയും അതെന്താണെന്നുള്ളത്. അങ്ങനെ ആക്ഷനിലൂടെ പറഞ്ഞ് 2ാമത്തെ വചനം പഠിപ്പിച്ചു, 3ാമത്തെ വചനം പഠിപ്പിച്ചു. അങ്ങനെ 1, 2, 1, 2, 3 അങ്ങനെ പഠിക്കണ വചനങ്ങൾ മുഴുവൻ ഓർഡറിൽ ഒരുമിച്ച് പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളൊരു സാധനം ശരിക്കും മനസ്സിലായത്.
ഗലാത്യ 6:15 പുതിയ സൃഷ്ടിയാക്കുന്നതാണ് പരമപ്രധാനം. ഫിലിപ്പിന്റെ 16 നിങ്ങൾ ജീവന്റെ യശയാ 43:5 ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്. സുഭാഷം 10:10 ദാനത്തിന്റെ ഉറവിടം. സങ്കീർത്തനം 27:1 കർത്താവ് എന്റെ പ്രകാശം രക്ഷുമാണ്. പ്രഭാഷണം 5 ക്ഷമിക്കുന്നറത്ത് വീണ്ടും വീണ്ടും പറഞ്ഞത്. ഗലാത്യ 3:11 നീതിമാംസ സമയം ജീവിക്കുക. മത്തായി 9:22 നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 46:10 ശാന്തമകനന്തയും വന്ന് അരുഗ്രമ 12:12 പാട്ടനെ സിദ്ധുറാക്കി ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. സംഗീതം 10 കർത്താവേ എന്നോട് കൃപ തോന്നമേ. 5 അവൻ നമ്മുടെ സമ്മാനം ആർക്കും ധ്യാനം 10 വിശുദ്ധം ആയവ വിശുദ്ധോട് ചെയ്യുന്നവർ വിശുദ്ധരാകും. 2:1 ലോകമെന്ത മോഹങ്ങളും കടന്നു പോകുന്നു. ജെറമിയ 12:14 കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം ഉള്ളതാകും. ഇത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മൾ വചനമാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിലൊരു 15-20 വചനമൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ ബൈബിളിലെ ബുക്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബൈബിളിലെ ബുക്സ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസം 5 ബുക്സ് വെച്ചിട്ടാണ് അവർ പഠിപ്പിച്ചിരുന്നത്, 5 ആളുകളുടെ പേര്. അങ്ങനെ പറഞ്ഞ് തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ഒക്കെയാണ് മാക്സിമം എടുത്തിട്ടുള്ളത് ഈ ഫുൾ 73 ബുക്സ് പറയാൻ വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ് എഫേർട്ട് കൂടുതലെടുത്തതും വൈഫാണ്, അവളുടെ അമ്മയാണ്. കാരണം ഞാൻ ജോലിക്ക് പോകുന്നു, കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അവളാണ് ഫുൾ ടൈം മോളുടെ കൂടെ ഉള്ളത്. അപ്പോൾ വൈഫാണ് ആ ഒരു കാര്യത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളതും അതിൻ്റെ ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതും. ഇതുപോലെ വചനങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം വൈഫ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത്. A for ആപ്പിൾ, B for ബോൾ, അങ്ങനെ C വരെയുള്ള എല്ലാ ഇതും വെച്ചിട്ടുള്ള ആൽഫബറ്റ്സിനുള്ള ഇത് അവൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ മെമ്മറി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയ ബുക്സ് മേടിച്ചിട്ട്, ഇപ്പോൾ ആനിമൽസിൻ്റെ ഒരു ബുക്സ്, അപ്പോൾ അതിലൊരു 20 ആനിമൽസിൻ്റെ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തൊട്ട് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് അവൾ അതിനനുസരിച്ച് ഏതാണ് ആനിമൽ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ കാർസ്, അങ്ങനെ പല ചെറിയ ബുക്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ ബുക്സിലെ ആനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം നമ്മൾ തൊട്ട് കാണിക്കുമ്പോൾ അവൾ കൃത്യമായിട്ട് അത് ഏതാണ് എന്നുള്ളത് പറയുമായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബിഗിനിങ് ആയിരുന്നത്. അതിന് ശേഷമാണ് പിന്നീട് ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ബൈബിളിൻ്റെ ബുക്സും അതുപോലെ വചനങ്ങളൊക്കെ പഠിച്ച് അതൊക്കെ മെമ്മറിയിൽ വെച്ച് പറയാൻ തുടങ്ങിയത്. ഈ കാലഘട്ടത്തിൽ കുട്ടികളെ ബൈബിളിനെ അടിസ്ഥാനമാക്കി വളർത്തുക എന്നത് തികച്ചും പ്രശംസനീയമാണ്. ഈ കുഞ്ഞ് ലോകത്തിൽ വളരുന്നതോടൊപ്പം ദൈവത്തിലും അടിയുറച്ചു വളർത്താൻ ഈ മാതാപിതാക്കൾ മാതൃക കാണിച്ചപ്പോൾ ഒരു കുടുംബം മുഴുവൻ അനുഗ്രഹപ്രദമായി മാറി. ഈ മാതൃക ഓരോ മാതാപിതാക്കളും പിന്തുടരേണ്ടതാണ്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ക്രിസ്തുവിന് സാക്ഷികളാക്കി നമുക്കും നമ്മുടെ പുതുതലമുറയെ വാർത്തെടുക്കാം.